ഹായ് ഫ്രണ്ട്സ്, കുട്ടി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചിക്കൻ റോസ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ചിക്കൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പാൻ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. മാക്സിമം കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുക, എന്നാലേ നമുക്ക് നമ്മുടെ റെസിപ്പിക്ക് അത്രയും ഫ്ലേവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓയിലെല്ലാം ഹീറ്റായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ആഡ് ചെയ്യുക. വറ്റൽമുളക് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള ആഡ് ചെയ്യാം. ചോപ്ഡ് സവാളയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കുക. ഞാനൊരു 3 മീഡിയം സൈസ് സവാളയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ഓൾറെഡി എൻ്റെ പേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് അത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബേസിക് മസാലാസ് എല്ലാം ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് മസാലാസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ ഹീറ്റിൽ വയ്ക്കാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല പെട്ടെന്ന് കരിഞ്ഞാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചിക്കനെല്ലാം അതിലേക്കിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ എല്ലാ ചിക്കനിലും ഈ മസാല കോട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ കുക്കാവാൻ ആവശ്യമുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നല്ല കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് റെഡ്യൂസ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിച്ച് ഫ്ലേവർ നമുക്ക് നമ്മുടെ കറിയിൽ ത്രൂ ഔട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ലാസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെയോ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളി റെസിപ്പിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഏതെങ്കിലും പുതിയ റെസിപ്പി ഞാൻ ട്രൈ ചെയ്യണമെങ്കിലും നിങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഇനിയും വരുന്നതുവരെ ക്യാമറ വന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.